രണ്ടാമത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മളിന്ന് എങ്ങോട്ട് നോക്കണേ? അത് കഴിഞ്ഞിട്ട് ബത്തേരിയിലേക്ക് പോകണം. നമ്മളിപ്പം സൂര്യക്ക് ഡ്രസ്സ് എടുക്കണം, ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കന്മാരൊക്കെ എക്സാം എഴുതി രക്ഷപ്പെടാൻ പോയേക്കാണ്. സച്ച് PG വരാൻ വേണ്ടി അതിൻ്റെ എക്സാം എഴുതാൻ പോയേക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആകാശം ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കണം, അതൊക്കെ കാണാൻ പോകണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതാണെങ്കിൽ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. ടൈഗയിലാണ് ഇന്ന് കയറാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പാർക്കിംഗ് എല്ലാമാരും തൊലിഞ്ഞു കൊണ്ട് നിർത്തിയിട്ട് വണ്ടി നിർത്താനില്ല. സ്ഥലം ഉണ്ടോ അവിടെ? അതിന്റെ പാർക്കിംഗ് ആണോ അറിയില്ല. എന്നാ പോയി നോക്കാം. അല്ല വെച്ചിട്ട് വരാം. ഹാപ്പി വിത്ത് പർച്ചേസ് ആണോ? ഹാപ്പി വിത്ത് പർച്ചേസ് ആണോ? This is not my purchase. This is Ashwin's പർച്ചേസ് ആണ്. നീ വ്ളോഗ് എടുക്കുന്ന വെച്ചാൽ എനിക്ക് നിന്നെ എടുത്തൂടെ? നീ ഒന്നും എല്ലാം എടുക്കും. ഇതൊക്കെ ക്യാമറമാൻ ഇട്ടരുത് പ്ലീസ്. അപ്പത്തേക്ക് നമുക്ക് ആർക്കും ഇരുന്ന് നമുക്ക് നേരെ എങ്ങോട്ട് നമ്മള് മെന്റി പോവാ. അങ്ങനെ നമ്മൾ ടൈഗയിൽ സാധനം കിട്ടി. നമുക്ക് ടൈഗയിൽ കയറിയപ്പോൾ തന്നെ ഇമാർക്ക് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടുന്ന് 2 ഷർട്ടിന് ടീഷർട്ട് എടുത്തു. ഇനി പാൻറ് എടുക്കാൻ വേണ്ടി മെന്റി പോരാ. ഇന്ന് കുണ്ടിനെ കാണാൻ രസമില്ലാന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഓടിച്ചിരിക്കുകയാണ്. ഇതാ പൈസയിൽ കയറാനുള്ള എക്സാം ഒക്കെ എഴുതി പാസ്സായി വന്നേക്ക. എങ്ങനെയുണ്ടാ? നെയ്മർ ക്വസ്റ്റ്യൻ വന്നായിരുന്നു അല്ലേ? ഇതെന്താ ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ? അതാ ഏറെ ആൾക്കാർ ചോദിച്ച നമ്മുടെ സച്ചു ക്യാമിയോ റോഡിൽ നമ്മുടെ വ്ളോഗിൽ വന്നിരിക്കുകയാണ്. 2 വാക്ക് പറയും. 2 വാക്ക്. പൈസയിലേക്ക് തിരിച്ചു വരാനുള്ള എക്സാം എഴുതിയേക്കും. എക്സാം എഴുതിയാൽ നിന്നെ തിരിച്ചു വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വ്ളോഗിൽ നീ എന്താ വരാത്ത? കഴിഞ്ഞ വ്ളോഗില് പണിത്തരൊക്കെ പോയി. നമ്മൾ കുറച്ച് അധ്വാനിക്കും. നമ്മുടെ കൂടുതൽ അധ്വാനിക്കുന്ന ഒരാളുള്ളൂ. അധ്വാനിക്ക് 2 പേരുണ്ട്. ഒരാൾ ലീവ് എടുത്തു വന്നു, ഒന്നും വന്നില്ല. ശ്യാമേട്ടൻ അല്ല പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞു. അത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 അമൽജിത്തെ വണ്ടി അവിടെ വെച്ചിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് പോടാം. അമൽജിത്താണ്. അമൽജിത്ത് നീ പൈസ വരല്ലേ? പൈസ തരാൻ വേണ്ടി അമൽജിത്ത് എക്സാം എഴുതിയിരിക്കുക. അപ്പൊ നമ്മുടെ ഗ്യാങ് അല്ലടാ, അത് CUT ഏതാണെന്ന് അറിയില്ല. മറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഉണ്ട്. ഇവർക്കൊക്കെ PG നമ്മൾ ഇനി ഗ്യാങ് റീയൂണിയൻ ആണ്. ശ്യാമേട്ടൻ അടക്കം നമ്മൾ PG പഠിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. സോറി, ശ്യാമേട്ടൻ വരില്ല. ശ്യാമേട്ടൻ ഡിഗ്രി പാസ്സായിട്ടില്ല. സോറി. എത്ര മതി, വേറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണടയൊക്കെ വെച്ചിട്ട് എക്സാം എഴുതുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കുറെ കാലത്തിന് എക്സാം? അയ്യോ അതാ ഞാൻ പ്രൊസീജിയർ ഒക്കെ മറന്നു. ഇത് തന്നപ്പോഴേ ഞാൻ എന്തൊക്കെ എവിടേക്ക് എഴുതണ്ടേ? എക്സാം നമ്പർ അല്ല, എക്സാം നെയിം ചോദിക്കാം. ഞാൻ എഴുതി എക്സാം നെയിം ജേർണലിസം ആണോ എഴുതണ്ടേ? ഇതാണോ എഴുതണ്ടേ? ഡിഗ്രി എക്സാം എഴുതണ്ടേ? ഹോസ്പിറ്റലൊന്നും അല്ല സൈലൻസ്, എക്സാം ഹാളിലാണ് സൈലൻസ്. അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി വണ്ടി തീർന്ന് സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇനി ആകാശിന്റെ വീട്ടിൽ പോയിട്ട് കാണാം. നമുക്ക് ബൈ. ബംഗാളി ഇനി നേരെ പോയിട്ട് എരുമാടിന് കയറി പെണ്ണുപിടിക്കാനോ? ദൈവമേ. എടാ അന്ന് ശ്യാമേണ്ട ഒരു ഫ്രണ്ടും ഒരു പെൺകുട്ടിയൊക്കെ ആയിട്ട് കരിക്കല്ലടാ, ഒരു തൊഴുത്തിലൊക്കെ പോയി എന്താ കുടിച്ചിട്ടാ? കരിക്ക എന്നാണ് ഉണ്ണിയത്. സംസ്കാരമൂർത്തി അച്ചു അമൽജിത്തിനെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇതിന്റെ ബ്ലൂപേഴ്സ് നമ്മൾ പുറകിലിടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് ശരി, അവൻ പറഞ്ഞത് തെറ്റിച്ച്.
ശരി എന്തിനൊക്കെ പറ. ആ പറയ്. ഇപ്പൊ ക്യാമറ ആണെങ്കിൽ കണ്ടന്റ് ഇല്ല. ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. ആ എന്നാ പറയ് സച്ചിൻ. നീ 2 വർത്താനം പറയും. നിന്നെ പറ്റി കൊറേ പേര് നീ തന്നെ കമന്റ് ഇട്ടുള്ളത് 4 അക്കൗണ്ടിന്ന്. ഇല്ല, എനിക്ക് ആ ഒരു അക്കൗണ്ട് ഉള്ളു. അതിന് എല്ലാവർക്കും റിപ്ലൈ ഇരുന്നായിരിക്കും കേട്ടോ. എന്തിന് തിരക്കായി പോയി. എല്ലാ ഫാൻസിനും ഞാൻ റിപ്ലൈ അതിനിടയ്ക്ക് സൂര്യന്റെ കമന്റ് ഉണ്ടായിരുന്നു. ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണല്ലോ നോർമലാക്കാൻ. അല്ലടാ, എവിടുന്ന കട്ടിങ് സൂര്യ പറഞ്ഞെടുക്ക്. ഉണ്ണിന്റെ കോമഡിയാ കേട്ടെ. അയ്യോ അതെനി ഒന്നാ പറയാം പ്ലീസ്. പറയിപ്പിച്ചിട്ട് എവിടുന്ന് റൈറ്റാ? എവിടുന്ന റൈറ്റ്? ഇതാ ഈ റൈറ്റാ? ഇത് ഷാപ്പിലൊക്കെ ഉള്ള വഴിയല്ലേ? ആദ്യം ഇത് ഈ വഴിയല്ലേ? ഏത് ഷാപ്പടാ? കോവിലകം ഷാപ്പ്. അസ്വസ്ഥനാണ്. എന്താ കാര്യം? അവിടുന്നല്ലേ ആകാശ് നല്ല കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീട്ടിൽ അവരുടെ അമ്മയ്ക്ക് അനിയത്തിക്കുള്ളത് ഉണ്ടാവുള്ളൂ. ഇല്ല അവനാ പറഞ്ഞു ഫുഡ് ഉണ്ടാക്കി വെച്ചില്ല. ഞങ്ങൾ രാവിലെ വിളിച്ചു പറഞ്ഞിട്ട് സൂര്യക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നഷ്ടമാണ്. സൂര്യൻ എന്തെങ്കിലും ഞാൻ ഇട്ടു എന്റെ അടുത്തോ നിനക്ക് ലാഭായാലോ. ഇനി എന്തോരം ദൂരം ഉണ്ട് ആകാശിന്റെ വീട്ടിലേക്ക്? ആയിട്ടുള്ളൂ. എടാ ശ്യാമയുടെ പേണം കൂട്ടോ. നീ എവിടെ നിന്നൊക്കെ ശ്യാമയുടെ ഇടയ്ക്ക് നിനക്ക് എവിടെ ശ്യാമയുടെ എവിടെ ഇടയ്ക്ക് ചോദിച്ചൂടെ ചച്ചു? ഞാനിവിടെ കടയിലേക്ക് ഞാൻ ചോദിക്കും ശ്യാമേട്ടൻ എവിടെയാ? നിങ്ങളല്ലേ എന്നെ കൂട്ടാണ്ട് ആദ്യത്തെ വ്ളോഗ് എടുത്തേ. അതെങ്ങനെ ഉണ്ടായിരുന്നു? വ്ളോഗിന്റെ അഭിപ്രായം ചോദിക്കാം. വ്ളോഗ് കണ്ട നീ? ഞാൻ ആദ്യം കുറച്ച് കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്തത് അനാൻ ഷാന്റെ വ്ളോഗ് അല്ല. അതേ ഒരു വൈബ്. എത്ര പേരെ കൊണ്ട് കമന്റ് ഇടിച്ചു? സ്ഥിരമായി ടുട്ടുവിന്റെ സ്റ്റോറി കാണുന്ന എല്ലാരും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്നെ തന്നെ മാസ്ക് പോട്ടാരടാ അച്ചുവിനെ മിസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് മാസ്ക് പോട്ടാരടാ. പാസ്പോർട്ട് ഞാൻ പണ്ട് എന്തോ ഒരു അക്കൗണ്ട് ആർക്ക് കൊടുത്തിരുന്നു കളിക്കാൻ. പിന്നെ അവിടുത്തെ ഓഫീസിൽ 2-3 പേരെ കാണിച്ച് 18 മിനിറ്റ് കണ്ടിന്യൂസ് കണ്ടോ അതോ അടിച്ചു വിട്ടുണ്ടോ? കണ്ടിന്യൂസ് കണ്ടു. അതാണ് എന്റെ ലോയാലിറ്റി. നിന്റെ ഏറ്റവും ലോയൽ വ്യൂർ അത് ഞാൻ പറയാ. ഇത് നമ്മള് കൊറേ കാലമായിട്ട് പറയണമെന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം ഞാൻ ആഗ്രഹിച്ചാണ്. അതിന് ഗിഫ്റ്റ് നമുക്ക് ഇനി അവന്റെ ബാക്കി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ നോക്കിട്ട് കൊടുക്കാം. അതായത് ഞാൻ എന്ത് സാധനം ഇട്ടാലും എന്ത് ചവറ് വാരി സ്റ്റോറി ഇട്ടാലും അത് ലൈക്ക് അടിച്ച് അത് ലൈക്ക് അടിക്കുന്ന ഒരേ ഒരാള് എന്റെ സച്ചു ആണ്. അങ്ങനെ ഒരു ലോയൽ വ്യൂവർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കൂടെ നടക്കുന്ന കറുമ്പം പോലും. അതെ, റേസിസം നമ്മളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പൊ മറ്റേ പടത്തിന് കൊണ്ടാന്ന് പറയുന്നുണ്ട്. കറുപ്പിനാ അതാണോ സച്ചു നീ പറഞ്ഞ അന്ന് പറഞ്ഞ ഫണ്ട് ഓർമ്മയുണ്ടോ? മലകൾക്കിടയിൽ ദ്വാരം, മലദ്വാരം. മല കാണുന്നില്ല കേട്ടോ. മല എവിടാ? എവിടെ? സച്ചു മിണ്ടിക്കൊണ്ടിരിക്കണ നമ്മള്. നീയാണ് എന്റർടൈൻമെന്റ്. നിന്റെ കയ്യിലാണ്. ശ്യാമയുടെ മറ്റേ വന്ന് അപ്ലിഫ്റ്റ് ചെയ്തു 2 കഥ പറ. നീ 2 കഥ പറ. നീ നിന്നെ പൊക്കി അടിച്ചല്ലോ ശ്യാമയുടെ. അതിനകത്ത് നീ ഭയങ്കര നീ വാ പൊളിക്കരുത്. ഓറഞ്ചാണോ വാ പൊളിക്കാൻ? ഇത്രയും ഒരു ആദംബദിച്ച വ്ളോഗില് ഇവിടുന്ന് എന്തേലും വിവരം മല കാണുന്ന കാണുന്നില്ല നിങ്ങൾ? ഇത് മറ്റേ വഴി വരുന്ന വഴി. അപ്പൂസിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ? പോയിട്ട് അപ്പൂസ് അവിടെ എനിക്ക് തോന്നുന്നു ആ മലപ്പുറത്ത് എവിടെയാണ് മണിക്ക് പോയിട്ടില്ല. മലപ്പുറത്ത് എവിടെ പോയിട്ട് ഗൾഫാന്ന് പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു വിഷമം പറയാനുണ്ട്. അത് കഴിഞ്ഞ വ്ളോഗിൽ പറയാൻ പറ്റില്ല. അപ്പൂസ് പോയ പോലെ ഞങ്ങൾക്ക് അപ്പൂസ് പോകുന്നതിന് മുമ്പ് എടാ
അപ്പൂസ് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിന് റിയൽ ക്യാരക്ടർ ചൂടാവുന്നുണ്ടല്ലോ. ഞാനത് കേൾക്കുന്നേ. അതായത് അപ്പൂസ് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ഗൾഫിൽ പോയിട്ടുണ്ട്. അത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അത് ആ പുറകിലിരിക്കുന്നുണ്ട്. വൺ ഡേ ട്രിപ്പ്. ഭാഗ്യത്തിന് അപ്പൂസ് പോയ പോലെ ബിരിയാണി ഒന്നും കൊടുത്തിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് കുടുംബം കടത്തിലായി പോയത്. ഞാൻ ഒരു ബെറ്റ് വെച്ചു, ഇവന്മാര് ബെറ്റ് വെച്ച് നിനക്ക് ദുബായ് പോകാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ദുബായ് അബുദാബി അങ്ങനെ ഒരു ദിവസം കൊണ്ട് ദുബായ് പോയത്. അത്ര സിമ്പിൾ. ഒരു ദിവസം 3 ദിവസം അവിടെ ഇറങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ തന്നെ പോലീസ് പിടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. അത് ഉണ്ണിക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഉണ്ണി നിന്നെ എങ്ങനെയാ വിളിച്ചത്? നിങ്ങളുടെ കൊടി പറഞ്ഞിട്ടുണ്ട്. ദുബായ് ചെന്നിട്ട് അല്ല അവിടെ എത്തിട്ടേ പാസ്പോർട്ടിൽ നോക്കുമ്പോ ഇന്ത്യ, മുഖം നോക്കുമ്പോ നൈജീരിയക്കാരൻ. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ എന്നിട്ട് ഇവന്റെ ഫോട്ടോ അടിച്ചു. സാറേ നമ്മളെ നാട്ടിൽ എല്ലാവരും തന്നെയാ, എന്റെ പ്രശ്നമല്ല. എന്നിട്ടും കേട്ടില്ല. അപ്പൊ നിങ്ങൾ കുടുംബത്തോടെ പ്രൊവടാലേ? എന്ത് പ്രകൃതി പണി നോക്ക്. വയനാട്ടിലെ തൂട്ടു 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 അതെടുക്കല്ലേ? അവിടെ വേറെന്താ ആരും ഇല്ലാത്ത കൂടെ വഴി കൂടെ വന്ന പുറകിലൊരു കാറ്. പ്രശ്നം കേട്ടോ. അങ്ങനെയെങ്കിലും വ്യൂ ചേർത്താ അച്ഛനും ഉമ്മയും വാപ്പയെ കാണണ്ടേ. രണ്ടുപേരും കൂടി കോൺട്രോവേഴ്സി. എനിക്ക് കോൺട്രോവേഴ്സി. വണ്ടി സൈഡാക്കി. നീയാണ് സൈഡാക്കിയത്. നീ സൈഡ് പോയെന്ന് തോന്നുന്നു. ഇൻഡിക്കേറ്റർ നടുറോട്ട് കൂടെ തന്നെ പോകുന്നത്. ഇപ്പൊ ചാലി പോയേ. എന്നാലും നിങ്ങൾ അമൽജിത്തിന്റെ മുഖം വ്ലോഗ് കാണിക്കുന്നത്. അമൽജിത്ത് എന്ന് നിന്റെ നമ്മുടെ വ്ളോഗിൽ വേറെ കാണാൻ പറ്റില്ലേ? അമൽജിത്ത് മീശ പഠിച്ചിരിക്കാം. അമൽജിത്ത് കാണാം. അല്ല നമ്മുടെ വ്ളോഗിൽ ഇടപെടാൻ താല്പര്യം വണ്ടി ഇറങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നോട് ആരൊക്കെ പ്രായം കൂടി അയ്യോ അതിലപ്പ തന്നെ പോയി താടി പിടിച്ചു. മീശ പഠിച്ചു. ഇപ്പൊ മുളയ്ക്കുന്ന മൊത്തം നരച്ച മുടി. അത് ഏറ്റില്ലല്ലേ? അത് പോട്ടെ, അത് പിടി. അത് കട്ടി തളയാ. പഠിച്ചിട്ടും നോക്കാത്ത കുറച്ച് പേരുണ്ടെന്നാണ് ഇവിടെ കമന്റ് ബോക്സ് പറഞ്ഞത്. അതാണ് നിന്റെ. അയ്യടാ ഒന്നും ചെയ്യാനും പറ്റില്ല. അത് കണ്ടോ, പഠിച്ചിട്ട് വരാത്തല്ല, വരുത്താത്തയാ. പിടിച്ചു വെക്കോ. എടാ നജീബ് ശ്യാമേട്ടൻ പ്രൊമോഷന് വേണ്ടി പൈസ തന്നിട്ടുണ്ട്. പേടിക്കല്ല ഇങ്ങനെ ഈ സൗണ്ട് ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട്. കാണിക്കണ്ട ക്ലിപ്പില്. നീ എന്റെ തൊണ്ട മാത്രം കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള എന്താ പോയെന്ന് കാണിച്ചോളൂ നിനക്ക്. എടാ ശ്യാമേട്ടൻ എനിക്ക് പൈസ തരുന്നുണ്ട്. ശ്യാമേട്ടന് പെണ്ണ് നോക്കുന്നുണ്ട്. ഇതിടക്കിടക്ക് പാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലോഗില്. ഏത് ടൈപ്പ് പെണ്ണാണെങ്കിലും ശ്യാമേട്ടൻ കിട്ടും. 2 പെറ്റതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ കാണുന്നവരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ശ്യാമേട്ടനെ കഴിഞ്ഞ വ്ളോഗിൽ നോക്കി കാണാൻ പറ്റും. ക്വാളിഫിക്കേഷൻ കാണാൻ പറ്റില്ല, കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. കഴിഞ്ഞ വ്ളോഗിൽ ഒരു കണ്ണാടിട്ടൊരു മനുഷ്യനാണ്. ക്വാളിഫിക്കേഷൻസ് അത് സച്ചു പറയും. സച്ചു ക്വാളിഫിക്കേഷൻ ഇത്രേ നല്ലൊരു വ്യക്തിത്വം. അതാണ് ക്വാളിഫിക്കേഷൻ ആണോ അല്ലേ സൂര്യ? നീ പറ. അതെ 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 അതെ. എടാ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിഫിക്കേഷൻ ഈ കാലത്ത് പഠിപ്പൊക്കെ ആർക്കും പറ്റും അല്ലെ? നല്ലൊരു വ്യക്തിയാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്. ആദ്യം നല്ലൊരു വ്യക്തിയാവുക, എന്നിട്ടുണ്ടാക്കണം നിലവിലെ അത്യാവശ്യം നിലവിലേക്ക് നമ്മളെ വീട്ടുകാരെന്നെ നിരപ്പേന്നാണ്. അറിയാലോ അതും കറക്റ്റാണ്. എല്ലാരും കറക്റ്റ് നോക്കി ഇട്ടേക്കുന്നത്. ആ ദ്വാര തന്നെ കേട്ടോ. കൂടെ നല്ല തിരക്ക്. എടാ മലദ്വാരം കാണിച്ചു കൊടുക്കും. വണ്ടി തിരിച്ച് മലദ്വാരം കാണിച്ചേക്കാം. ആദ്യമായി യൂട്യൂബിൽ മലദ്വാരം എടാ ഇത് കുറയ്ക്കണ പണ്ട സൂമ് കുറയ്ക്കുമ്പോ വീടിന്റെ പുറകെ കൂടെ മണ്ടറെ കൊണ്ട് വണ്ടി കൂടെ നിർത്തിയ. എടാ അതല്ല, ഞാൻ പുറകിലേക്ക് എടുക്കല്ലേ ഒരു ഓട്ടോ. വീണ്ടും ആദ്യമായി യൂട്യൂബിൽ ലൈവ് മലദ്വാരം നോക്കണേ സൈഡ്. വീട്ടിന്റെ പ്രശ്നക്കാരാകും. മലധാരത്തിന്റെ ഇടയിൽ കൂടെ അല്ലേ? പോട്ടെ. ഫൈനലി വി റീച്ച്ഡ് പൂറ്റാട്. പൂറ്റാടിലെത്തി. ആകാശം സ്വന്തം നാട്. കാണാനുള്ള ഭംഗിയുള്ളൂ, നാടിന് പേരില്ല. നാടിന് പേരില്ല.
തമിഴ്നാടോ എവിടെയാ തമിഴ്നാട് തമിഴ്നാട് തമിഴ്നാടിനെ കുറിച്ച് കൂടുതലായിട്ട് ആധ്യാത്മികമായി പറയാൻ പറ്റുന്നത് നമ്മുടെ അമൽജിത്തിനാണ്. തമിഴ്നാടിനെ കുറിച്ച് 2 വാക്ക്. തമിഴ്നാട് ഇവിടെ കേട്ടിരുത്ത് അല്ല കുറച്ച് ടാർപ്പാന്റെ അവിടെ കറുപ്പ് കറുപ്പ് ആകാശിന് കറുപ്പ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് വീട്ടിന്റെ അവിടെ ഇടാല്ലേ കിടക്കല്ല നടക്കുന്ന ആകാശ്. സുന്ദരനായി എന്നെ പോലെ. സൗന്ദര്യം കുറെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എടി ഇവിടെ വണ്ടി നിർത്തുവോ? ശരി നീ അല്ലെങ്കിൽ കറക്റ്റ് ആണോ നോക്കി നോക്കൂ. വീഡിയോ മാറ്റി ശരിക്കല്ലേ ഒന്ന് മാറ്റട വിനയാവുന്നു. ആകാശിന്റെ പെറ്റാണ്. ഇതിന്റെ പേരെന്താ ആകാശം? പേരിട്ടില്ല. വിളിച്ച കേൾക്കൂല. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആകാശനോട് ബൈ പറയാൻ നമ്മള് പോവാണ്. ആകാശ് ബൈ ബൈ. എന്നാ ഇതായിരിക്കാം സ്റ്റിച്ച് നാളേക്കോ അപ്പുറത്തേക്ക് നീര് വെച്ചിരിക്കണം. അപ്പൊ ആകാശം ഒരു സൈഡ് പിടിക്കുള്ളൂ. പോട്ടെ അല്ല ബൈ പറയണ ആകാശോട് ഒന്ന് ബൈ പറ. ഓക്കെ നീ സച്ചുവിന് 6:30 ആകുമ്പോ പണിക്ക് കയറണം. അതിനുള്ള വീട്ടിലാണ്. 6 മണിയായിട്ടുള്ളൂ. ഇപ്പൊ 6:10 ആയിട്ടുണ്ടാവും. എത്തേണ്ട ജോലിയിൽ അവൻ 7 മണിക്ക് എത്തിയിട്ടുണ്ട്. സച്ചു ബൈ പറയും. നമ്മൾ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുക. പട്ടികളെ പോട്ടെ ബൈ.